ഹായ്, ഞങ്ങൾ പെസഹാപ്പം ഉണ്ടാക്കാൻ ആരംഭിക്കുകയാണ്. വട്ടയപ്പമാണ് ഞങ്ങൾ പെസഹാപ്പമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ വീഡിയോ ഞാൻ രാത്രി 10:30-ക്ക് ശേഷം ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ലൈറ്റിൻ്റെയൊക്കെ ഒരു കുറവുണ്ട്, അപ്പോൾ ക്ലാരിറ്റിയൊക്കെ കുറച്ച് കുറവുണ്ടായിരിക്കും. അരി അരയ്ക്കുന്നിടത്ത് നിങ്ങളങ്ങ് ക്ഷമിക്കണേ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് അരയ്ക്കുന്ന രാത്രി 10:30-ക്ക് ശേഷം ആയതുകൊണ്ട് രാവിലെ നേരം വെളുക്കുമ്പോഴേ അപ്പം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ അപ്പം ഒന്ന് പൊങ്ങി കിട്ടണമെങ്കിൽ വൈകുന്നേരം 5 മണിക്കൊക്കെ വേണം നമ്മൾ അരച്ച് വെക്കാൻ കേട്ടോ. അത് പ്രത്യേകം ഓർക്കണേ. അപ്പോൾ ഓക്കെ. ഒരു 3 മണിക്കൂറിന് മുമ്പ് അരി വെള്ളത്തിൽ ഇട്ടിരുന്നു. അത് കഴുകി വാരി പിന്നെ അത് അരയ്ക്കാനെ കൊണ്ട് ഒരുങ്ങാണ്. 1.5 മുറി തേങ്ങായും നല്ല തേങ്ങായ അതേ 1.5 മുറി തേങ്ങായും എടുത്തിട്ടുണ്ട്. ആദ്യം തേങ്ങ അരച്ചങ്ങ് ചെറിയ ജാറിനകത്ത് അരച്ചങ്ങ് മാറ്റും. വലുതിനകത്ത് അരയാൻ ബുദ്ധിമുട്ട്. അതങ്ങ് അരച്ചങ്ങ് മാറ്റി വെച്ചിട്ട് പിന്നെ അരിയെ അരയ്ക്കും. അതിനകത്ത് ശകലം ഈസ്റ്റ് കൂടി ഇടും. ഈസ്റ്റ് ഇട്ട് ഒരു വെള്ളം ഒഴിച്ച് അരച്ച് കഴിഞ്ഞിട്ട് അത് കഴിയുമ്പോൾ അതിനകത്ത് ഈ പാവ് കാച്ചത്തില്ല. പാവ് കാച്ചുന്നതിന് പകരം 2 തവി ചോറൂടെ അതിനകത്തിട്ട് അരച്ച് നല്ലപോലെ അരച്ച് മാറ്റി ഒഴിച്ച് പാത്രത്തിനകത്ത് ഒഴിച്ച് വെക്കും. എന്നിട്ട് പിന്നെ തേങ്ങയും അതിൻ്റെ പുറത്തേക്കാരും രാത്രി 10:30 ആയണക്കിയാണ് അത് അരയ്ക്കാൻ ഭാവിച്ചത്. നേരത്തെ അരയ്ക്കാൻ പറ്റിയില്ല, രാത്രി 10:30 ആയി. അപ്പോൾ പിന്നെ ആ തേങ്ങയും അതിൻ്റെ പുറത്തോട്ടങ്ങ് ഇട്ടുന്നു. രാത്രിയിൽ അരിയും തേങ്ങയും കൂടെ അരച്ച് വെച്ചിരുന്നു. രാവിലെ എഴുന്നേറ്റ് അത് മിക്സ് ചെയ്തത് കുറച്ച് ആവശ്യത്തിന് കൂടുതൽ പഞ്ചസാര വേണമെന്ന് കൂടുതൽ ചേർക്കാം. കുറച്ച് മതി ഇവിടെ മധുരം. കുറച്ച് മധുരം ഇട്ട് ശകലം ഉപ്പും ഇട്ട് ഇളക്കി വെച്ചേക്കുക. ഇനി അതിൻ്റെ കൂടെ ചുടാൻ പറയുന്നത് ചുക്കും ഏലക്കായും കൂടെ പൊടിച്ചതായത് ഒരു നല്ല 2 സ്പൂണെങ്കിലേ അതിനകത്തൊരു ഇത് വരത്തുള്ളൂ. അതിങ്ങനെ പിന്നെ ഏലക്ക തന്നെ പൊടിച്ചതും ഇച്ചിരി കൂടെ ചേർക്കാം. അപ്പോൾ ഒരു സ്മെല്ല് വരും. സാധാരണ പിന്നെ ഞാൻ ചേർക്കുന്നതെന്ന് വെച്ചാൽ പറങ്ങാണ്ടിയും മുന്തിരിങ്ങയൊക്കെ മാവ് ഒഴിച്ചും വെച്ച് പാത്രത്തിൽ ചുടാൻ മാവ് ഒഴിച്ചും വെച്ച് അതിൻ്റെ പുറത്ത് പറക്ക് നിരത്തത്തേ ഉള്ളൂ. ഇനി മുന്തിരിങ്ങയൊക്കെ ഇവിടെ അന്നേരം എടുത്ത് വെച്ചേക്കുക. ഇങ്ങനെ പറങ്ങാണ്ടിങ്ങനെ മാവിനകത്തോട് കമത്തി വെക്കണം. അന്നേരം ചുട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അന്നേരം പിന്നെ കാണിക്കാം. ഇനി ചേരുവകളൊന്നുമില്ല. ഇനി എല്ലാം എടുത്തു വെച്ചു. ഇനി കലക്കി വെച്ചേക്കുന്ന മാവ് ഇളക്കി
ഇനിയും ഇത് അലൂമിനിയം പാത്രമാണ്. അതിനകത്ത് കിഴുത്തുള്ള ഒരു പാത്രമാണ്. അതിനകത്ത് ഞാൻ എപ്പോഴും ഇതിനകത്ത് വട്ടയപ്പം ഉണ്ടാക്കുന്നത് ഇഷ്ടം. കാര്യം പൊങ്ങി വരും. സ്റ്റീൽ പാത്രത്തിനകത്ത് വെക്കുന്നതിനേക്കാൾ പേപ്പറും അതിനകത്ത് വെച്ചു. അപ്പോൾ കിഴുത്തേക്ക് അതോടെ പോകാതിരിക്കാൻ കുഴപ്പമില്ല. ഇനിയും വയണയിലയോ വാഴയില ഉപയോഗിച്ചാലും. ഈ മാവ് കുറച്ചൊഴിക്കുക. മതി ഇത്രയും മാവ്. ഇനി തീ കത്തിച്ചില്ലല്ലോ. നടുക്കല്ല വെക്കേണ്ടത്. ഗ്യാസിൽ തന്നെ അങ്ങ് വെക്കാം. നേരെയല്ലേ? ഇല്ല, അന്നേരം അത് കാണും. അത് എടുക്കുമ്പം ഇനി ഇത് ചുട്ടു വരുമ്പം അങ്ങ് പൊങ്ങുമല്ലോ. പൊങ്ങുമ്പോൾ കുഴപ്പമില്ല. ഇനി മുന്തിരിങ്ങ, പറങ്ങാണ്ടി, പൊളന്ന പറങ്ങാണ്ടി വേണം. ഓക്കെ. അതിന് മുന്തിരിങ്ങ ഇവിടെ. ഓക്കെ, ഇത്രയും മതി. എൻ്റെ അടപ്പെടുത്തങ്ങ് അത് ഒരു 20-25 മിനിറ്റെങ്കിലും ഇരിക്കണം. അരമണിക്കൂർ അടിച്ച്. വട്ടയപ്പം റെഡിയായി. എടുത്ത് പ്ലേറ്റിനകത്ത് വെച്ച് നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട്. എല്ലാം റെഡി. ഹായ്, കഴിച്ചു നോക്കിയോ? പപ്പ കഴിച്ചു നോക്കി. നല്ല മധുരവും നല്ല ഇതും രുചിയാണ്. 2 ഗ്ലാസ് അരി, 2 നാഴി അരി ഇട്ടവ് 2 അപ്പം ഇതുപോലത്തെ എടുത്തൊരു ചെറിയൊരപ്പം കൂടെ ഉണ്ടാക്കാനെടുത്തു. 1.5 മുറി തേങ്ങയും ചേർത്തു. മുറിച്ചപ്പെടുന്നുണ്ട് അത് കാണിക്കാൻ വേണ്ടി ഒരു പീസും എടുത്തോണ്ടെന്നാൽ മതി. ഇത് ഒരെണ്ണം ഉണ്ടാക്കി മുറിച്ച് പപ്പ കുറച്ച് കഴിച്ചതിൻ്റെ ബാക്കിയാണ്. ഓക്കെ. ഈ പെസഹായ്ക്ക് എല്ലാവരും ഇതുണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഹായ്. ഇനി